ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഖായുരിന്ദ്രിയാരാമോ മൂഖം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ യഃ അഖായുഃ ഇന്ദ്രിയ ആരാമഃ മോഖം പാർത്ഥ സ ജീവതി. ഏവം ഇപ്രകാരം പ്രവർത്തിതം ചക്രം പ്രവർത്തിക്കുന്നതായ ചക്രം ന അനുവർത്തേതി ഇഹ യഹ യഹ ഏതൊരുവനാണോ ന അനുവർത്തയതി ഇഹ ഇവിടെ അനുവർത്തിക്കാത്തത് അഖായുഹു പാപാത്മാവായ അവൻ ഇന്ദ്രിയാരാമഹ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവനായിട്ട് മോഖം സഹ ജീവതി വ്യർത്ഥമായി അവൻ ജീവിക്കുന്നു. പാർത്ഥ അർജുന, ഹേ അർജുന, ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഈ ചക്രത്തെ ഏതൊരാളാണോ ഈ ലോകത്തിൽ അനുവർത്തിക്കാതിരിക്കുന്നത് പാപായുസ്സും ഇന്ദ്രിയാരാമനുമായ അവൻ വ്യർത്ഥമായി തൻ്റെ ജീവിതം കളയുന്നു. ഈ ചക്രം എന്ന് പറഞ്ഞത് എന്താണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുകയുണ്ടായി. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ആ ഒരു ചക്രം എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. അതായത് നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് സഗുണ ബ്രഹ്മം ഉണ്ടാകുന്നു. ആ സഗുണ ബ്രഹ്മത്തിൽ നിന്ന് കർമ്മം ഉണ്ടാകുന്നു. കർമ്മത്തിൽ നിന്ന് യജ്ഞം ഉണ്ടാകുന്നു. യജ്ഞത്താൽ മഴയുണ്ടാകുന്നു. മഴയാൽ അന്നമുണ്ടാകുന്നു. അന്നത്താൽ ജീവജാലങ്ങളും ഉണ്ടാകുന്നു. ഇത് ചാക്രികമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഏതൊരാളാണോ ഈ ചാക്രികമായ പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നത്, ഇതിൽ അനുവർത്തിക്കാതെ ഇരിക്കുന്നത്, അവൻ പാപാത്മാവാണ് എന്ന് മാത്രമല്ല ഇന്ദ്രിയാരാമനുമാണ്. ഇന്ദ്രിയ സുഖങ്ങളെ അന്വേഷിച്ച് പോകുന്നവനാണ്. അങ്ങനെയുള്ളവൻ ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിച്ചിട്ടും അത് വ്യർത്ഥമാക്കി കളയുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഒന്നാലോചിച്ചാൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യജന്മം എത്ര ശ്രേഷ്ഠമായതാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. അതാണ് ഭാഗവതത്തിൽ പറയുന്നത്, ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം അർത്ഥതം അനിത്യം അബീഹധീര തൂർണം യഥേത ന പദേത് അനുമൃത്യാവത് നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാത്. ലബ്ധ്വാ സുദുർലഭം ഇതം ബഹുസംഭവാന്തേ ഏറ്റവും ദുർലഭമായിരിക്കുന്ന ഈ വസ്തുവാണ് മനുഷ്യ ശരീരം. ഇത് കിട്ടിയിരിക്കുന്നത് ബഹുസംഭവ അന്തേ പല സംഭവങ്ങൾക്ക്, പല സംഭവം എന്ന് പറഞ്ഞാൽ സമ്യക് ഭവം, പല ജന്മങ്ങൾക്ക് ശേഷം കിട്ടിയിരിക്കുന്നതാണ്. മാനുഷ്യം അർത്ഥതം അനിത്യം അബീഹധീര. ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അർത്ഥതം, അർത്ഥത്തെ ദാനം ചെയ്യാൻ കഴിവുള്ളതാണ്. അർത്ഥം എന്നാൽ പുരുഷാർത്ഥം. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥത്തെ ദാനം ചെയ്യാൻ പ്രാപ്തമായ ഒന്നാണ് ഈ മനുഷ്യ ശരീരം. എന്നാൽ ഇതിനൊരു പോരായ്മയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അനിത്യം. ഇതിന് നിത്യതയില്ല. എന്തുകൊണ്ടെന്നാൽ പ്രഭാതത്തിൽ പചിക്കുന്ന അന്നം
പ്രദോഷമാകുമ്പോഴേക്കും കേടായി പോകുന്നതാണ്. ഇതിനിടയിലുള്ള ഈ അന്നം ഭുജിച്ച് അതുകൊണ്ട് പോഷിപ്പിക്കപ്പെടുന്ന ഈ ശരീരമാവട്ടെ എങ്ങനെയാണ് നിത്യതയെ പ്രാപിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം ഭാഗവതത്തിലുണ്ട്. അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിന് ഒരു നിയതമായ സമയം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ അതിജീവിക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. അത് കേവലം മനുഷ്യൻ മാത്രമല്ല, സകല ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൽ അതിനനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ശ്രേഷ്ഠമായ ഇത്ര പരിമിതികളൊക്കെ ഉള്ളതാണെങ്കിലും ഈ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അത് എപ്പോൾ വരെ മരണം വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ലയോ അപ്പോൾ വരേക്കും അനുമൃത്യയാവത്, അതുവരേക്കും മരണമെന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന വരേക്കും തൂർണം യഥേതാ, നിരന്തരം പ്രയത്നിക്കണം എന്നാണ് പറയുന്നത്. തന്നെയുമല്ല നിശ്രേയസായ വിഷയഖലു സർവതസ്യാത്, യാതൊരു ശ്രേയസിനെയും നേടിത്തരാത്ത ഈ വിഷയസുഖമാവട്ടെ ഏതേത് ശരീരങ്ങൾ ലഭിച്ചാലും നമുക്കത് സുഖമായിട്ട് പ്രാപ്തമാണ്. അപ്പോൾ ഏത് ശരീരം ലഭിച്ചാലും യഥേഷ്ടം ലഭ്യമായിരിക്കുന്ന ഈ വിഷയസുഖത്തെ അനുഭവിക്കുന്നത് പിന്നാലെ പായുന്ന ഈ മനുഷ്യരെ ഓർത്ത് ഭാഗവതം നൽകുന്ന ശ്രേഷ്ഠമായ ഉപദേശമാണ് ഇത് വെറുതെ പാഴാക്കി കളയരുതേ എന്ന്. ഇവിടെ ഭഗവാൻ പറയുന്നതും അതുതന്നെയാണ്. ഏതൊരു ചാക്രികമായ പ്രവൃത്തിയിലൂടെയാണോ ഈ ലോകം നിലനിൽക്കുന്നത്, ആ ചക്രത്തെ ഉല്ലംഘിക്കാൻ ഒരു ജീവജാലങ്ങളും കഴിയുന്നതല്ല എന്നിരിക്കെ കേവലം ആത്മാരാമന്മാരായിട്ട് ഇരിക്കുന്നവരല്ലാതെ ഇന്ദ്രിയാരാമന്മാരായിരിക്കുന്ന ഒരാൾക്കും പുണ്യം ആർജിക്കുവാൻ സാധിക്കുന്നതല്ല. അവരെല്ലാം ആശ്രയിക്കുന്നത് പാപത്തെയായിരിക്കും. പാപമേവാശ്രയേതസ്മാൻ എന്ന ഒരു വാക്യം മുമ്പ് ഗീതയിൽ പറഞ്ഞും വെച്ചിട്ടുണ്ട്. പാപത്തെ മാത്രമായിരിക്കും അവർ പ്രാപിക്കുക എന്ന്. അതുകൊണ്ട് ഈ ഇന്ദ്രിയാരാമന്മാരായി ജീവിക്കുന്ന ആ രീതിയെ ഉപേക്ഷിച്ചിട്ട് ഈ ചാക്രികമായ പ്രവൃത്തിയിൽ പൂർണ്ണമായും നിമഗ്നരായി കർമ്മഫലങ്ങളിലൊന്നും കാംക്ഷയില്ലാതെ കർമ്മത്തെ അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ അഖായുരിന്ദ്രിയാരാമോ മോഖം പാർത്ഥ സജീവതി യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ യഹ തു ആത്മരതിഃ ഏവ സ്യാദ് ആത്മതൃപ്തഃ ച മാനവഃ ആത്മനി ഏവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യഹ ഏതൊരാളാണോ തു ആവട്ടെ ആത്മരതിഃ ഏവ സ്യാദ് തന്നിൽ തന്നെ രതിയുള്ളവനായി അല്ലെങ്കിൽ ആത്മാവിൽ തന്നെ രതിയുള്ളവനായും ആത്മതൃപ്തഃ ച മാനവഃ ആത്മാവിൽ തന്നെ തന്നിൽ തന്നെ തൃപ്തനായും ഇരിക്കുന്ന മനുഷ്യൻ ആത്മനി ഏവച സന്തുഷ്ടഃ തന്നിൽ തന്നെ സദാസമയവും സന്തുഷ്ടനായിരിക്കുന്നവൻ അവനെ സംബന്ധിച്ചിടത്തോളം തസ്യ കാര്യം ന വിദ്യത അവന് ഇനി ചെയ്യേണ്ടതായ ഒരു കർമ്മവും ശേഷിക്കുന്നില്ല. ഏതൊരാളാണോ നിഷ്കാമകർമ്മത്തെ അനുഷ്ഠിച്ച് തന്നിൽ തന്നെ ആത്മരതിയുള്ളവനായിട്ട് ജീവിക്കുന്നത്, തന്നിൽ തന്നെ തൃപ്തനായും തന്നിൽ തന്നെ സന്തുഷ്ടനായും ഇരിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്ക് എല്ലാ സംഘങ്ങളിൽ നിന്നും മുക്തനായി ജീവിക്കുവാൻ സാധിക്കുന്ന അയാൾക്ക് പിന്നീട് കർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതായി അവശേഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ഇവിടെ പ്രധാനം എന്നുള്ളതാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഏതൊരാളാണ് നിഷ്കാമകർമ്മം നിരന്തരമായി അനുഷ്ഠിച്ച് അതിൻ്റെ കർമ്മഫലങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ
എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അനുഷ്ഠിച്ച് ആ കർമ്മഫലത്തിൽ യാതൊരു ഇച്ഛയും കൂടാതെ ജീവിക്കാൻ കഴിയുന്നത് അയാളാണ് ആത്മാരാമൻ, അല്ലെങ്കിൽ ആത്മതൃപ്തൻ, അല്ലെങ്കിൽ ആത്മസന്തുഷ്ടൻ എന്നെല്ലാം പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് ജീവാത്മാവിൻ്റെ ഏറ്റവും പരിപക്വമായ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അതിനായിട്ട് വളരെയധികം പ്രയത്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ള ആ അവസ്ഥയെ പ്രാപിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ പ്രാപിച്ച ഒരാൾക്ക് പിന്നീട് നിയതമായ കർമ്മങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല, അയാൾക്കൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല എന്നാണ് പറയുന്നത്. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ നൈവ തസ്യ കൃതേനാർത്തോ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയഃ ന ഏവ തസ്യ കൃതേന അർത്ഥഃ ന അകൃതേന ഇഹ കശ്ചന ന ച അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ ന ഏവ തസ്യ കൃതേന അർത്ഥഃ തസ്യ ഇയാൾക്ക് ഇഹ ഇവിടെ കൃതേന അർത്ഥഃ കർമ്മം കൊണ്ട് അർത്ഥഃ പ്രയോജനം ന ഏവ പ്രയോജനം ഇല്ല തന്നെ. അതായത് ആത്മതൃപ്തനും ആത്മാരാമനും ആത്മസന്തുഷ്ടനുമായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അത് ഉറപ്പിച്ച് പറയുന്നതുകൊണ്ടാണ് നൈവ എന്നുള്ള ആ പദപ്രയോഗം വന്നിരിക്കുന്നത്. ന ഏവ എന്ന് പറയുന്നത് ഇല്ല തന്നെ. അയാൾക്ക് നച്ച അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ അസ്യ ഇയാൾക്ക് സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിൽ നിന്നും കശ്ചിത് അർത്ഥവ്യപാശ്രയഃ യാതൊരു കാര്യത്തിനും ഒരു ജീവജാലങ്ങളെയും ഇയാൾക്ക് ആശ്രയിക്കേണ്ടതായിട്ടും ഇല്ല. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കെല്ലാം ലൗകികന്മാരായിരിക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും വസ്തു പുറമേ നിന്ന് വരണം, അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായിട്ട് കുറേ ധനലാഭം ഉണ്ടാകുന്നു, അത് നമ്മളിൽ നിന്ന് വിഭിന്നമായിരിക്കുന്ന ഒരു സന്തോഷത്തെ തരുന്ന കാരണമാണ്. തന്നെയുമല്ല, ഒരാൾക്ക് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരാളുടെ വിവാഹം നടക്കുന്നു, ഒരാൾ വീട് വയ്ക്കുന്നു, കാറ് വാങ്ങുന്നു. അപ്പോൾ എല്ലാത്തിലും ഓരോ ബാഹ്യമായ വസ്തുക്കൾ വന്നു ചേരുമ്പോഴാണ് നമുക്ക് ലൗകികന്മാർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ആത്മാരാമനായിരിക്കുന്ന ആൾക്ക് പുറമേ നിന്ന് ഒന്നും വന്നിട്ട് വേണ്ട, സ്വയം സന്തുഷ്ടനായി ജീവിക്കാൻ. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ അയാൾക്ക് ഇവിടെ കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല തന്നെ. അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജീവജാലങ്ങളെ ഒരു കാര്യത്തിനും ആശ്രയിക്കേണ്ടതായും വരുന്നില്ല. കാരണം തന്നിൽ തന്നെ എല്ലാവിധ സുഖസൗകര്യങ്ങളും കണ്ടെത്താനായിട്ട് അയാൾക്ക് സാധിക്കുമ്പോൾ ബാഹ്യമായ ഒരു വസ്തുവിനും അയാളെ പ്രലോഭിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അയാൾക്ക് ആരെയും ആശ്രയിക്കേണ്ടതായി വരുന്നില്ല. ഈ സ്വാശ്രയത്വം അത് ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു യോഗചര്യ തന്നെയാണ്. ആ യോഗിക്ക് യാതൊന്നിനോടും ഒരു പ്രതിപത്തിയോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ ഒന്നും ഉണ്ടാവുകയുമില്ല. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു
കശ്ചിദർത്ഥവ്യപാശ്രയഃ തസ്മാദസക്തതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. തസ്മാത് അസക്തഃ സതതം കാര്യം കർമ്മ സമാചര. അസക്തഃ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പൂരുഷഃ. തസ്മാത് അതുകൊണ്ട് അസക്തഃ ആസക്തിയില്ലാത്തവനായിട്ട് സതതം നിരന്തരം കാര്യം കർമ്മ സമാചര കർത്തവ്യമായ കർമ്മത്തെ സമാചര നന്നായി ചെയ്യുക. കേവലം ആചര എന്നല്ല, സമാചര സമ്യക് ആചര നന്നായി ചെയ്യുക. അസക്തനായി നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങളെയൊക്കെ പൂർണ്ണമായും അല്ലെങ്കിൽ നന്നായി അനുഷ്ഠിക്കുക. എന്തുകൊണ്ടെന്നാൽ അസക്ത ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പൂരുഷഃ. ആരാണോ തൻ്റെ കർമ്മങ്ങളെ അസക്തനായി കൊണ്ട് ചെയ്യുന്നത് അയാൾ സഹ പുരുഷഃ ആ പുരുഷൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ പരം ആപ്നോതി പരമപദത്തെ പ്രാപിക്കുന്നു. ഇവിടെ ഏതൊരു മുക്താവസ്ഥയാണോ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സാരൂപ്യം, സാലോക്യം, സാരൂപ്യം, സായുജ്യം, സാമീപ്യം, സായുജ്യം എന്ന് പറയുന്ന 4 അവസ്ഥ. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദം സായുജ്യം, അതിനോട് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പരം ആപ്നോതി എന്ന് പറഞ്ഞാൽ ആ പരമമായ പദത്തെ അയാൾ പ്രാപിക്കുന്നു എന്നാണ് അർത്ഥം. ആരാണോ യാതൊരു ആസക്തിയും ഇല്ലാതെ കർമ്മങ്ങളെ നന്നായി അനുഷ്ഠിക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾ ആചരിക്കുന്ന കർമ്മഫലമായിട്ട്, ആ നിഷ്കാമ കർമ്മഫലമായിട്ട് അവർ പരമപദത്തെ പ്രാപിക്കും എന്ന്. ഭാഗവതത്തിൽ പല കഥാപാത്രങ്ങളുടെയും മോക്ഷാവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ധ്രുവൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ കുചേലൻ്റെ കാര്യം പറയുന്നുണ്ട്. ഭീഷ്മപിതാമഹൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മപിതാമഹന് കിട്ടിയ ആ ഒരു മോക്ഷപദം ശ്രേഷ്ഠമായിട്ട് ഭാഗവതം ഉദ്ഘോഷിക്കുന്നുണ്ട്. നിഷ്കള ബ്രഹ്മഭൂയം എന്നാണ് നാരായണീയത്തിൽ മേൽപ്പത്തൂർ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിഷ്കള ബ്രഹ്മത്തെ പ്രാപിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ സായുജ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദമാണ് ഭീഷ്മപിതാമഹന് കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ പരമപദത്തെ പ്രാപിക്കുന്ന പുരുഷൻ ഇപ്രകാരം അസക്തനായി നിന്നുകൊണ്ട് തൻ്റെ കർമ്മങ്ങളെ നന്നായി അനുഷ്ഠിക്കുന്നവരാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണ ഏവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹം ഏവ അപി സംപശ്യൻ കർത്തും അർഹസി. കർമ്മണ ഏവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയഃ ജനകൻ മുതലായ രാജാക്കന്മാർ അല്ലെങ്കിൽ ജനകാദികൾ അവർ കർമ്മണ ഏവ ഇപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് സംസിദ്ധിം സമ്യക് സിദ്ധിം പരമപദത്തെ അവർ പ്രാപിച്ചത്. ലോകസംഗ്രഹം ഏവ അപി അതുപോട്ടെ ലോകത്തിൻ്റെ നന്മയ്ക്കായി കരുതിയിട്ടെങ്കിലും അർജുന ത്വം കർമ്മ കർത്തും അർഹസി നീ കർമ്മം ചെയ്യുവാൻ യോഗ്യനാണ് അല്ലെങ്കിൽ നീ കർമ്മം ചെയ്യേണ്ടതാണ്.
ഇപ്പോൾ ജനകൻ മുതലായ രാജർഷികളൊക്കെ ഈ നിഷ്കാമകർമ്മം അനുഷ്ഠിച്ച് അവരെല്ലാം പരമപദത്തെ പ്രാപിച്ചിട്ടുള്ളതാണ് അർജുന. തന്നെയുമല്ല, അത്രയുമൊന്നും ചെയ്യാനായിട്ട് നിനക്കിപ്പോൾ സാധിക്കുന്നില്ല എന്ന് വന്നാൽ പോലും ലോകനന്മയെ കരുതി എങ്കിലും നീ ഇപ്രകാരമുള്ള കർമ്മങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഈ കർമ്മപദത്തിലൂടെ ശ്രേഷ്ഠതയെ പ്രാപിച്ച ഒരു രാജാവായിരുന്നു ജനകൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു രാജാവിൻ്റെ ധർമ്മം ഏറ്റവും പ്രഥമമായിട്ട് തൻ്റെ പ്രജകളെ പരിപാലിക്കലാണ്. ഒരിക്കലും തൻ്റെ ശ്രേയസിനെ കരുതി പ്രജകൾക്ക് ഒരു പ്രകാരത്തിലുള്ള ഹാനിയും വരാൻ അനുവദിക്കാത്ത ഒരു രാജാവായിരിക്കണം ശ്രേഷ്ഠനായ രാജാവ്. തൻ്റെയോ തൻ്റെ കുടുംബത്തിൻ്റെയോ ശ്രേയസിനായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മം തൻ്റെ ജനങ്ങൾക്ക് അഹിതമാകും എന്ന് വന്നാൽ അതിനെ എന്ത് വില കൊടുത്തും ത്യജിക്കുവാൻ ഈ രാജർഷികളൊക്കെ തയ്യാറായിരുന്നു എന്നാണ്. തന്നെയുമല്ല, ഈ ചതുരാശ്രമങ്ങളിൽപ്പെടുന്ന ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന ചതുരാശ്രമങ്ങളിൽ മൂന്നാമത്തെ ആശ്രമമായ വാനപ്രസ്ഥം എന്തുകൊണ്ടാണ് ഈ രാജാക്കന്മാരൊക്കെ അനുവർത്തിച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ എല്ലാം ഗൃഹസ്ഥാശ്രമ കാലത്ത് വളരെ ഭംഗിയായിട്ട് പ്രജാപരിപാലനം നിർവഹിച്ചതിന് ശേഷം അടുത്ത സന്തതി പരമ്പരകളെ രാജ്യഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജാക്കന്മാരൊക്കെ വാനപ്രസ്ഥത്തിനായി പോകുന്നു. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ പൂർവാശ്രമത്തിലുള്ള എല്ലാ ലബ്ധികളെയും ഉപേക്ഷിച്ച് ജീവാത്മാവിനെ പരമപദത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാ ഭൗതിക സുഖങ്ങളെയും ഉപേക്ഷിക്കുന്നവരാണ്. അപ്രകാരമുള്ള വാനപ്രസ്ഥ ജീവിതത്തെ നയിച്ചതിന് ശേഷം മനസ്സിനെ പൂർണ്ണമായും ആ ലൗകികതയിൽ നിന്ന് വേർപെടുത്തി എടുത്തുകൊണ്ടാണ് അവർ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമന്മാരാണെങ്കിലും ഈ ഗാർഹസ്ഥ്യം അനുവർത്തിക്കുന്നതിനിടയിലും മനസ്സുകൊണ്ട് നമുക്ക് ഇവയെല്ലാം ത്യജിക്കാൻ കഴിയണം എന്നുള്ളൊരു പാഠം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സാധാരണയായി ജനങ്ങൾ കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് ചിന്തിച്ചാൽ, പ്രായം കൂടുന്തോറും അവർ ഭൗതികതയെ കൂടുതൽ ആസക്തിയോടുകൂടി കെട്ടിപ്പിടിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ജീവൻ ശരീരം ഉപേക്ഷിച്ച് പോകാൻ സാധ്യത വരുമ്പോൾ എന്തെന്നില്ലാത്ത ദുഃഖത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ആ യാത്ര തുടങ്ങുന്നത്. അതേസമയം ഈ ശരീരത്തിൻ്റെ പരിമിതികളെ മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനി, അയാൾ തീർച്ചയായും തൻ്റെ ശരീരത്തിൻ്റെ ഏതവസ്ഥയിൽ വെച്ചിട്ടാണ് ശരീരം ഉപേക്ഷിക്കുവാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി അതിനു മുൻപായിട്ട് പരീക്ഷിത് രാജാവ് ഏത് പ്രകാരത്തിലാണോ 7 നാൾ മാത്രം ആയുസ് ബാക്കി നിൽക്കെ ഞാൻ ചെയ്യേണ്ടതായ പരമമായ ധർമ്മം എന്താണ് എന്ന് ചിന്തിച്ചതുപോലെ നമ്മളും ആ പരമപദ പ്രാപ്തിക്കായിക്കൊണ്ട് പൂർണ്ണമായ പരിശ്രമം ചെയ്യണം എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അതിലൊന്നിലും ആസക്തിയില്ലാതെ ചെയ്യുമ്പോഴാണത് ശ്രേഷ്ഠമായി തീരുന്നത് എന്നുകൂടി ഭഗവാൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നു. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതേർസ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.